സ്നേഹ ഈ കരയുന്നതിന് കാരണം ഏട്ടനും അച്ഛനും അല്ലേ? അതെങ്ങനെ നന്ദേട്ടൻ കാരണാവും? നിന്റെ ഭാര്യയെ നീ ഇനി സംരക്ഷിക്കണ്ട. സ്നേഹയ്ക്ക് നല്ലൊരു ആലോചന വന്നപ്പോ എല്ലാരും ചേർന്ന് അത് നടത്തി കൊടുക്കേണ്ടതിന് പകരം നിന്റെ ഭാര്യ എന്താ ചെയ്തത്? ഇത് എങ്ങനെയെങ്കിലും മുടക്കാൻ. ദേ, എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ല സച്ചി. സ്നേഹയ്ക്ക് വേണ്ടി പിന്നെ നീ ആരെയാ നോക്കിയിരിക്കുന്ന? ജീവിക്കുന്നത് ധനുഷ സ്നേഹയാ. അവർക്കില്ലാത്ത എന്ത് കുഴപ്പാ നിന്റെ ഭാര്യയ്ക്ക്? ചേച്ചി നിങ്ങളൊക്കെ എന്തിനാ സ്നേഹ ധനുഷിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നേ? രാജകുമാരനൊന്നും അല്ലെങ്കിലും നല്ലൊരു പയ്യനെ സ്നേഹിക്ക വേറെ കിട്ടും. ഇതുപോലെ ഓരോ ആളുകളുടെ അടുത്ത് ഓരോ സ്വഭാവം കാണിക്കുന്ന ആളെ സ്നേഹിക്ക എന്തിനാ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇവിടെ സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും മുതിർന്നവരുണ്ട്. മിണ്ടരുത് നീ. ഏട്ടത്തി എന്തിനാ അനഘയുടെ വായടപ്പിക്കുന്നേ? അവള് പറഞ്ഞത് ശരിയല്ലേ? ഇത്രയൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്കതിന് പരിഹാരം കാണാമായിരുന്നല്ലോ. നീയും നിന്റെ ഭാര്യയും അനഘയും പറയുന്നതൊക്കെ ഞാനും അച്ഛനും കേൾക്കുമായിരുന്നു. പക്ഷേ അതിങ്ങനെ ധനുഷ് മോശക്കാരനാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമാക്കണം. ഒരാളോടുള്ള പെരുമാറ്റത്തിലല്ല അയാളെ അളക്കേണ്ടത്. നന്ദേട്ടനിപ്പോ എനിക്കറിയാവുന്ന പഴയ നന്ദേട്ടനല്ല. ആരൊക്കെയോ ചേർന്ന് നന്ദേട്ടനെ നിയന്ത്രിക്കുകയാണ്. നന്ദേട്ടൻ ഒരു പാവമായതുകൊണ്ട് എല്ലാവരും കൂടി ഏട്ടനെ കുരങ്ങെളുപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കണം. അർച്ചന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന ധനുഷ് നല്ലവനാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ കൊച്ചിനെ പിടിച്ചു കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാ. എല്ലാത്തിനും കാരണം കാണിക്കാൻ പറയുന്ന നന്ദേട്ടനോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. എന്ത് കാരണം കൊണ്ടാ ധനുഷിന് സ്നേഹ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? ജോലി നോക്കിയോ? അതോ നന്ദൻ സാറേ സച്ചി സാറേ എന്ന് വിളിച്ച് പുറകെ നടക്കുന്നതുകൊണ്ടോ? ഇങ്ങനൊരു സഭയിൽ ഇയാളെ നിർത്തി ഇയാളുടെ തന്നെ കുറ്റം ഒരു മടിയില്ലാതെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്ന അച്ഛനും നന്ദേണ്ണനും ഒന്ന് ആലോചിച്ചൂടെ? ഇനി എന്നെയും സച്ചേട്ടനെയും അനഘയും സന്ദീപിനെയും ഒക്കെ എങ്ങനെ കുറ്റപ്പെടുത്തിയാലും ഞങ്ങൾ ഇത് തന്നെ പറയും. ഈ നിൽക്കുന്ന ധനുഷ് നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരു പാവമല്ല. നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ മതിയാക്ക എല്ലാവരും. ഈ വിവാഹത്തിനോട് എതിർപ്പുള്ളവർ നന്ദനോടോ ധനുഷിനോടോ അല്ല പറയേണ്ടത്. ഇത് തീരുമാനിച്ചത് ഞാനാ. അപ്പൊ എതിർപ്പുകൾ പറയേണ്ടത് എന്നോടാ. ഈ വീട്ടിൽ ഞാൻ തീരുമാനിച്ചൊരു കാര്യത്തെപ്പറ്റിയാണ് ഇത്രയും വഴക്കുകൾ ഉണ്ടായത്. അതിനർത്ഥം ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ് എന്നാണ്. പക്ഷേ എനിക്കോ ഈ വീട്ടിലെ കുറച്ചു പേർക്കോ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നിയിട്ടില്ല. അർച്ചനയ്ക്ക് അങ്ങനെ തോന്നി. അതിൽ ഞാൻ തെറ്റു പറയുന്നുമില്ല. അർച്ചനയുടെ തോന്നലുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. സ്നേഹയ്ക്കും ധനുഷിനും പരസ്പരം ഇഷ്ടമുണ്ട്. അവരൊന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അതുമാത്രമേ ഞാൻ മുഖവിലക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സച്ചിയെ അർച്ചനയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അന്ന് മറ്റാരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല.
എന്റെ മോളുടെ കാര്യം തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാ. ആ തീരുമാനത്തിന് താഴെ മതി ആങ്ങളമാരുടെയും ഏട്ടത്തിമാരുടെയും അഭിപ്രായം. അർച്ചനയോട് ഞാനൊരു കാര്യം പറയാം. ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ മാറി നിന്നാ മതി. ഇത്തരത്തിൽ ഓരോന്ന് പറഞ്ഞ് ഈ കുടുംബത്തിന്റെ സമാധാനം കളയരുത്. ഇത്രയും പ്രശ്നം ഇവിടെ നടക്കാൻ കാരണം അർച്ചനയാ. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇവിടെ എല്ലാവരും തമ്മിൽ തല്ലേണ്ട സാഹചര്യത്തിലെത്തും കാര്യങ്ങൾ. അർച്ചനയായിട്ട് അത് ഉണ്ടാക്കരുത്. ഇനി ഈ വിഷയത്തിൽ ഇവിടെ ഒരു ചർച്ചയും ഒരു വഴക്കും ഒന്നുമില്ല. ധനുഷിന് ഇവരൊക്കെ കാരണം ഉണ്ടായ എല്ലാ വിഷമത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ മോളെ വലിയൊരു സങ്കടത്തിലേക്ക് തള്ളിവിടരുത്. ഒരച്ഛന്റെ അപേക്ഷയാ. ഈ വിവാഹത്തിൽ നിന്നും പിന്മാറരുത്. അർച്ചന, അർച്ചന, എഴുന്നേക്ക്. നേരെ ഒരുപാടായി. ഇന്നലെ താൻ എപ്പോഴാ കിടന്നുറങ്ങിയത്? ആ, ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. ഒരു കാര്യം ചെയ്യ്, ആദ്യം താൻ എഴുന്നേറ്റ് ഫ്രഷ് ആവും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും കഴിക്കാം. വേഗം ഫ്രഷായി താഴേക്ക് വാ. സച്ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ സച്ചേട്ടൻ കേൾക്കുവോ? എന്നൊന്ന് എന്റെ വീട് വരെ കൊണ്ടാക്കുവോ? ഞാൻ കുറച്ചു ദിവസം അവിടെ പോയി നിന്നാലോ എന്ന് ആലോചിക്കാം. ഇവിടുത്തെ ഈ വിവാഹത്തിരക്കും ഈ ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. വിവാഹത്തിരക്കോ? ആർക്ക്? അപ്പോ ഈ വിവാഹം നടക്കുന്നാണോ താനിപ്പോ പറയുന്നേ? വിവാഹം നടക്കോ നടക്കാതിരിക്കോ ചെയ്യട്ടെ, ഞാൻ ഇനി ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. നമുക്ക് സ്ഥാനമില്ലാത്തടത്ത് മൗനം തന്നെ സച്ചേട്ടൻ നല്ലത്. മിണ്ടാതെ മാറി നിന്നാൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ബന്ധങ്ങളുണ്ട്. അഭിപ്രായം പറയാത്തിടത്തോളം എന്നും സ്നേഹം മാത്രം തരുന്ന ചില ബന്ധങ്ങൾ. മറ്റൊരാൾക്ക് വേണ്ടി ബാക്കി എല്ലാവരും വെറുപ്പ് സമ്പാദിക്കാനും കുത്തുവാക്കുകൾ കേൾക്കാനും പിണങ്ങി ഒരു വീട്ടിൽ താമസിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സച്ചേട്ടാ.
സച്ചേട്ടന്റെ ഭാര്യ എന്നതിലുപരി ഇവിടെ വേറൊരു സ്ഥാനം എനിക്ക് വേണ്ട. എങ്കിലും ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്നിന് വില കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ഈ കുടുംബത്തിലെ ആരും അല്ലെന്നോ? അല്ലെങ്കിൽ എന്നെ ആരും പരിഗണിക്കുന്നില്ലെന്നോ? അതറിഞ്ഞു വെച്ചോണ്ട് ഇവിടെ തുടരാൻ എനിക്ക് കഴിയില്ല സച്ചേട്ടാ. അതാ ഞാൻ പറഞ്ഞത്, എന്നെ കുറച്ച് ദിവസത്തേക്ക് എന്റെ വീട്ടിലൊന്ന് കൊണ്ടാക്കാൻ. തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പക്ഷേ അതിങ്ങനൊരു സാഹചര്യത്തിലല്ല. ഇപ്പൊ താൻ പറയുന്നത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനെ കുറിച്ചാ. താൻ എല്ലായിടത്തും ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അതാ താൻ വന്ന് പറയുന്നതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നേ. ഇനി താനിവിടുന്ന് പോയാലും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിവാഹം ചിലപ്പോൾ നടന്നേക്കാം. അങ്ങനെ നടന്നാൽ ഇവിടെയുള്ളവരുടെ മനസ്സിൽ താൻ എന്നും കുറ്റക്കാരിയായിരിക്കും. അങ്ങനെ അല്ലാതാവണമെങ്കിൽ നമ്മളിപ്പോ എല്ലാവരോടും പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കണം നമ്മള്. ആരോടും തനിക്ക് തന്റെ അഭിപ്രായം പറയാം, ആരോടും പറയാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സച്ചിയുടെ ഭാര്യ എന്ന സ്ഥാനം, ആ സ്ഥാനം മാത്രം മതി. ആ സ്ഥാനത്തിരുന്ന് തനിക്കെല്ലാം തെളിയിക്കാവുന്നേ ഉള്ളൂ. ഇതുവരെ തന്നെ കുറ്റപ്പെടുത്തിയവരൊക്കെ നാളെ തന്നോട് മാപ്പ് പറഞ്ഞു വരുന്നൊരു സമയമുണ്ട് അർച്ചന. പശ്ചാത്താപത്തോടെ അവരെല്ലാം തന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നൊരു സാഹചര്യം ഇനി വരാനിരിക്കുന്നേയുള്ളൂ. ഇപ്പൊ തന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ തന്റെ സംശയങ്ങളെല്ലാം തെളിയിച്ച് ഈ വിവാഹം നിർത്തിവെപ്പിക്കാം, അല്ലെങ്കിൽ ധനുഷുമായുള്ള സ്നേഹയുടെ വിവാഹം കഴിഞ്ഞ് അവളുടെ ജീവിതം അവൻ കാരണം തകരുമ്പോ എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് കരുതാം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് താനാ. എങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ അനിയത്തിയെ ഒരിക്കലും ധനുഷിന്റെ ട്രാപ്പിലേക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെയായാൽ അവളുടെ ജീവിതം തകരുന്നത് നോക്കി നിൽക്കാനേ പിന്നീട് എനിക്ക് കഴിയൂ. തന്റെ അനിയത്തിക്ക് ഇതുപോലൊരു സാഹചര്യം വന്നപ്പോ കൂടെ നിന്ന് സഹായിച്ച ആളാ ഞാൻ. ഇപ്പോ എന്റെ അനിയത്തിക്ക് വേണ്ടി തന്നോട് അപേക്ഷിക്കുകയാണ് ഞാൻ. എല്ലാവരുടെയും ഈ വാശിയൊക്കെ കഴിയുമ്പോ ബാക്കിയാവുന്നത് പിന്നീട് സ്നേഹയുടെ ജീവിതത്തിന്റെ തകർച്ചയാവരുത്. അതിന് താൻ എന്നോടൊപ്പം നിൽക്കണം. മോളെ, മോളെന്താ ഇന്ന് ഉറക്കം എഴുന്നേക്കാൻ താമസിച്ചോ? അല്പം ഉറങ്ങിപ്പോയി. എന്നും കിട്ടാറുള്ള പതിവ് ചായ കിട്ടിയില്ല. പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ടുമില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോടും ഇവിടെയുള്ളവരോടുള്ള നീരസം മോളുടെ മുഖത്തുണ്ട്. പലതരം ആൾക്കാരല്ലേ മോളെ, പലതരം സ്വഭാവക്കാര്.
അവരെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോഴല്ലേ ഇതൊരു നല്ല കുടുംബമായി മാറുന്നത്. വീടിനകത്തൊരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് അതിന്റെ ഭംഗിയും സന്തോഷവും. സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹം ഞാനും നന്ദനും ചേർന്ന് തീരുമാനിച്ചെന്ന് കരുതി അത് തന്നെ നടത്തണമെന്ന് ഒരിക്കലും ഞാനോ നന്ദനോ വാശി പിടിക്കില്ല. അങ്ങനൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നേ ഉള്ളൂ. മോളുടെ അഭിപ്രായത്തിനൊത്ത് ഞാൻ നിൽക്കണമെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഈ വിവാഹത്തെ എതിർക്കുന്നതെന്ന് അച്ഛനോട് പറയണം. കാരണമില്ലാതെ ഒരാളെ തെറ്റുകാരനാക്കുന്നത് ശരിയല്ല മോളെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ നീ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ ഈ വിവാഹവുമായി മുന്നോട്ട് പോകാം. അത് നടക്കുകയും ചെയ്യും. എന്നിട്ടും ഞാനിപ്പോൾ നിന്റെ മുന്നിൽ വന്നു നിന്ന് ഇത് വീണ്ടും പറയുന്നത് നിന്റെ അഭിപ്രായങ്ങളെ മാനിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയും. അച്ഛനതിന് തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ എടുത്തു പറയാൻ മാത്രം കാരണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അച്ഛാ. കണ്ടതിനും കേട്ടതിനും എൻ്റെ കയ്യിൽ തെളിവുകളുമില്ല. തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെയും ഞാൻ മനഃപൂർവ്വം ഇതൊക്കെ പറയുന്നതാണെന്ന് എല്ലാവരും കരുതും. അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കും. അങ്ങനെ ഒരു തെളിവ് ഞാൻ ഉണ്ടാക്കിയാൽ അതാദ്യം കാണിക്കുന്നത് അച്ഛനെയും നന്ദേട്ടനെയും തന്നെ ആയിരിക്കും. മോള് പറയുന്നത് ആലോചനയിൽ വെക്കാമെന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ല മോളെ. നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമാവുന്ന സമയം മുതൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. മറ്റൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. എൻ്റെ സ്നേഹമോളുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. ധനുഷിനെ വിവാഹം കഴിക്കുന്ന ഇപ്പം അവളുടെ ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യം മോൾക്കും അറിയാലോ. ആ സന്തോഷം അവളിൽ എത്തിക്കുക എന്നുള്ളത് അച്ഛനായ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ സാഹചര്യത്തിൽ എനിക്കതിനെ ശ്രമിച്ചേ പറ്റൂ. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ അച്ഛന് നല്ല വിഷമമുണ്ട്. ആ വിഷമത്തിൽ ഞാൻ നിന്നെ വഴക്ക് പറയുകയും ചെയ്തു. അത് മോൾക്ക് വിഷമമായെങ്കിൽ മോൾ അച്ഛനോട് ക്ഷമിക്കേ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ എന്നോട് മാപ്പൊന്നും പറയരുത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ ഇതിലൊന്നും ഇടപെടാൻ പാടില്ലായിരുന്നു. എല്ലാം മിണ്ടാതെയും കാണാതെയും ഒരു വശത്ത് മാറി നിൽക്കാത്തതാ ഞാൻ ചെയ്ത തെറ്റ്. അച്ഛൻ വിഷമിക്കണ്ട. ഇനി ഞാൻ കാരണം ആരും വിഷമിക്കേണ്ട അവസ്ഥ ഞാനായിട്ടുണ്ടാക്കില്ല. ഞാൻ കാരണമാണ് ഈ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാവുന്നതെങ്കിൽ ആ സമാധാനക്കേട് ഇന്നലത്തോടെ തീർന്നു. അച്ഛൻ താഴേക്ക് വാ, ഞാൻ ചായ എടുക്കാം. കുടിക്കേ. നടന്ന കാര്യങ്ങളെ ഓർത്തുള്ള സന്തോഷമാണോ നിന്റെ ഈ മുഖത്ത്? അതോ നീ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന്റെ അടുത്ത പടി കയറിയതിന്റെ സന്തോഷമാണോ? ഞാൻ ഇക്കണ്ട കാലം മുഴുവനും കിണഞ്ഞ് ശ്രമിച്ചിട്ട് നടക്കാത്തത് നിന്റെ ഒരൊറ്റ മൂലം നടന്നില്ലേ? ഇതെനിക്ക് ദീപാവലിയാണ് മോനെ. അവന്തി ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാഘോഷിക്കും? അത് ശരി. അപ്പൊ നീ എന്നോട് പറയാതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കുക. അപ്പൊ ഞാനോ? ചില ആഘോഷങ്ങൾക്ക് നീയും എന്നെ ഓർക്കാറില്ലല്ലോ. അതുപോലെ ഞാനും ഒരു ഗ്യാപ്പ് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. എന്തായാലും
ഈ ആഘോഷത്തിന് നീ ഉണ്ടാവണം. ചില സമയത്ത് നിന്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രമൊന്നും കരുതിയല്ല ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. നമുക്ക് എന്നൊരു ചിന്ത, അത് മാത്രമാണ് എൻ്റെ ഉള്ളിലെ മന്ത്രം. നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റും. അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളെ നോക്കാതെ നീ എൻ്റെ ലക്ഷ്യത്തെ മാത്രം നോക്കി കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയൂ.